CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്നാരോപിച്ച് മരത്തംകോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത്. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകളിടിച്ച് കൊണ്ടുപോയ മണ്ണും ദൃഢത കുറഞ്ഞതെന്ന് നാട്ടുകാർ. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 111ാം ശ്രാദ്ധാചരണം ഭക്തിനിർഭരം. തിരുകർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പടികളടങ്ങിയ 3.5 പവന്റെ സ്വർണമാണ് മോഷണം പോയത്. മോഷണം പാലുവായ് ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിൽ. 4ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 10 വൈകിട്ട് 3 ഗുരുവായൂർ കൃഷ്ണവത്സം റേജൻസിയിൽ നടക്കുന്ന സമാദരണ സദസ്സിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമ്മാനിക്കും. എരുമപ്പെട്ടി സൗത്ത് ഇന്ത്യൻ ബാങ്കിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട്ട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിനിർഭരം. പൊന്നിയൂർക്കുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പ്രണാമമർപ്പിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ജൂൺ 18 കേച്ചേരിയിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. പൊന്നേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ഇക്കോ ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തീരം ശുചീകരിച്ച ശേഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പയിൻ. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ സോഷ്യൽ വെൽഫെയർ പ്രൊജക്ടിന്റെ ഭാഗമായി പകൽ വീടൊരുങ്ങി. ചാവക്കാട് കർഷക സംഘം തിരുവത്ര വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം സംഘടനയുടെ ചാവക്കാട് ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച KHRA ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന CA ലോകനാഥനെ അനുസ്മരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.